ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ റംസാൻ സ്പെഷ്യലായിട്ടുള്ള 30 ഡേയ്സ് 30 റെസിപ്പി സീരീസിലെ 8ാമത്തെ വീഡിയോ ആണിത്. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു കപ്സും അതിൻ്റെ കൂടെ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഫില്ലിങ്ങുമാണ്. സോ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഇതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് സ്വീറ്റ് കോണാണ്. ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള സ്വീറ്റ് കോണാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇതിനെ കുക്ക് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഇതിനൊരു അരിപ്പയിലോട്ട് മാറ്റി എന്നിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. നെക്സ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നത് ചിക്കൻ റെഡിയാക്കാണ്. ഇതിനായിട്ട് ഞാൻ ഇവിടെ ചെറിയ ചെറിയ പീസായിട്ട് ചിക്കൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോൺലെസ് ആയത് വളരെ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഏകദേശം ഇത് കട്ട് ചെയ്തതിന് ശേഷം ഒരു അരക്കപ്പോളം വരുന്നുണ്ട്. ഓക്കെ, ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ കുറച്ചുകൂടി സ്പൈസി ആക്കാനായിട്ട് പെപ്പർ പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ മാത്രമേ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ 2 വെളുത്തുള്ളി പേസ്റ്റാക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെയും ചേർക്കാം. പിന്നെ ഒരു 2 പിഞ്ച് ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇതിനെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാം. ഇത് ഞാൻ ഏകദേശം ഒരു മണിക്കൂറോളം ഇത് മാരിനേറ്റ് ചെയ്തതിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം, യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം നമ്മൾക്ക് എന്ത് ചെയ്യാം, ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ഈ ഒരു മുട്ടയിലോട്ട് ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുകയാണ്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. മുട്ട തന്നെ ചേർക്കണമെന്നില്ല, ജസ്റ്റ് വെള്ളത്തിൽ കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ട് അതിനുള്ള ഒരു ഡിപ്പ് നമുക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ബാറ്റർ നമുക്ക് ഉണ്ടാക്കാം, യാതൊരു കുഴപ്പമില്ല. എഗ്ഗ് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അതിൽ ഓരോ പീസ് ചിക്കനായിട്ട് ആദ്യം ഈ മുട്ടയും കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്തതിൽ ചേർക്കാം. അപ്പോൾ അതിനുശേഷം നമ്മൾ നോർമൽ കട്ട്ലറ്റും ഒക്കെ കോട്ട് ചെയ്യുന്നത് പോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ എല്ലാ ചിക്കൻ്റെ പീസസും ഇതുപോലെ കോട്ട് ചെയ്ത് മാറ്റിയേക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ എല്ലാ ചിക്കൻ്റെ പീസും ഇതുപോലെ കോട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇത് നമുക്ക് വേണമെങ്കിൽ തലേന്നൊക്കെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ ചെയ്യുന്ന സമയത്ത് മാത്രം ഫ്രൈ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത് ഞാൻ നല്ല ചൂടായിട്ടുള്ള ഓയിലിലോട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ മാറ്റിയതിന് ശേഷം നമ്മുടെ ചിക്കൻ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് ചിക്കൻ ഒന്നിച്ച് ചേർക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല ഫസ്റ്റ് 1 മിനിറ്റ് ഫ്രൈ ചെയ്യുമ്പോൾ ഇളക്കി കൊടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ആ ബ്രെഡ് ക്രംസൊക്കെ ആ ഓയിലിൽ തന്നെ പോവുകയും ചിക്കനും മേലിൽ കോട്ടിങ് ഇല്ലാതിരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാ ഏകദേശം നമ്മൾ 2 മിനിറ്റാണ് ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്യേണ്ടത്. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. സോ ചിക്കൻ നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഈ ചൂടോടെ കൂടെ തന്നെ കുറച്ച് സ്പൈസി ആക്കാനായിട്ട് ഞാൻ കയൻ പെപ്പർ ഇതിന് മുകളിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. അത് ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കപ്സ് ഉണ്ടാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ പഫ് പേസ്ട്രിയാണ് യൂസ് ചെയ്യുന്നത്. ഇതിനായിട്ട് ഞാൻ ഒരേ സൈസിലുള്ള 2 സ്ക്വയേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൽ ഒരു സ്ക്വയറിന് ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ നൈഫ് വെച്ചിട്ട് അതിനകത്ത് ചെറിയൊരു സ്ക്വയർ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. താഴെ വരെ എത്തുന്ന രീതിയിൽ വേണം നമ്മളിത് വരച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതെടുത്ത് മാറ്റാം ആ ഒരു സ്ക്വയറിനകത്ത്. പക്ഷെ ഞാൻ എടുത്ത് മാറ്റുന്നില്ല, കാരണം അത് ബേക്ക് ചെയ്തതിന് ശേഷം നമ്മൾക്കത് പ്രസ് ചെയ്ത് അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഒന്ന് അകത്തുനിന്ന് എടുത്തിട്ടുണ്ട്, ഒന്ന് എടുക്കാതെയും ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് 2 രീതിയിലും അത് ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിതുപോലെ നമുക്ക് വേണ്ട ഇത്രയും ആ ഒരു സ്ക്വയേഴ്സ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബേക്കിംഗ് ഷീറ്റിലോട്ട് മാറ്റാം. ഞാനിവിടെ ഒരു ബേക്കിംഗ് ഷീറ്റിലോട്ട് വാക്സ് പേപ്പർ വിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചു. ഇനിയൊരു 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നല്ല ഒരു ഗോൾഡൻ കളർ വരുന്നത് വരെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 20 മിനിറ്റ് കൊണ്ട് തന്നെ എൻ്റെ നന്നായിട്ട് ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് ചൂട് മാറിയതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ഇതിൻ്റെ അകത്ത് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഒന്നുകിൽ താഴെ വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ വളരെ പതുക്കെ മാത്രം ചെയ്തെടുക്കുക. അല്ലെങ്കിൽ അതിൻ്റെ താഴെ ഭാഗം ഒരു പീസ് ഇളകി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ജെൻറ്റിലായിട്ട് പതുക്കെ മാത്രം ഇതുപോലെ ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള പോർഷൻ നമുക്ക് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ അതിൽ തന്നെ വെക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തിനുള്ള ഫില്ലിംഗ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇത് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഐസ്ബർഗ് ലെറ്റ്യൂസാണ് യൂസ് ചെയ്യുന്നത്. അത് വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ ഏത് വെജിറ്റബിൾസും കൂടുതൽ ആഡ് ചെയ്യാം. ഞാൻ ഈ ജസ്റ്റ് 2 കാര്യങ്ങൾ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് ഇതിലേക്ക് ഞാൻ മയണൈസാണ് ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ കുറച്ച് സ്പ്രെഡബിൾ ചീസും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് വേണമെങ്കിൽ ചീസ് മാത്രമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ മയോ മാത്രമായിട്ട് വേണമെങ്കിൽ എങ്ങനെയും ചെയ്യാം. പിന്നെ ഇതിന് സീസണിങ് ആയിട്ട് കുറച്ച് ഉപ്പും പെപ്പർ പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഭാഗം അല്ലെങ്കിൽ 1-2 പിഞ്ച് ഇറ്റാലിയൻ ഹെർബ് മിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഈ
മയോടെയും അല്ലെങ്കിൽ ചീസിൻ്റെയും കണക്ക് അത് മുഴുവനായിട്ടൊന്ന് കോട്ടാവുന്നത് വരെയാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ കപ്സ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കപ്സിലോട്ട് നമ്മൾക്ക് ഇനി ഒരു ഫില്ലിങ് ചെയ്യണം. ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ മാത്രമേ നമ്മൾ ഈ ഒരു മസാലയുടെ കൂടെ അല്ലെങ്കിൽ ആ ഒരു ഫില്ലിങ്ങിൻ്റെ കൂടെ ചിക്കൻ ചേർത്ത് കൊടുത്താൽ മതിയാവും. അല്ലെങ്കിൽ ആ ചിക്കൻ സോഗി ആയി പോയാൽ നമുക്ക് ആ ഒരു ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും അവസാനം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഓരോ കപ്പിലായിട്ട് നമ്മൾക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയും ഫില്ലിങ് ഇഷ്ടമുണ്ടോ മുകളിൽ ഒരു ഹീപ്പ് പോലെയായിട്ട് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ലെവൽ ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രമാത്രം ഫില്ലിങ് വേണോ അത്രയും ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്നാക്ക് കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നാളെ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം.